ഏലിയൻസ് നിങ്ങൾ ചെയ്ത്താന്ന് പറഞ്ഞോളി, നിങ്ങൾ എന്ത് പറഞ്ഞോളി, നിങ്ങൾ സൗകര്യമാണ്. പക്ഷെ അവരുണ്ട് എന്ന് പഠന റിപ്പോർട്ടുണ്ട്. ഏഷ്യാനെറ്റ് പ്രസിദ്ധീകരിച്ചു 2024 ജൂൺ 29 ഇത് മനുഷ്യർക്കിടയിലും വേഷപ്രച്ഛന്നരായി അന്യഗ്രഹ ജീവികളുണ്ട് എന്ന് റിപ്പോർട്ട്. ഇതിനെക്കുറിച്ചൊരു പാടുണ്ട്. അവരൊരു 20-25 കൊല്ലം ഒരു ഏരിയയിൽ താമസിക്കും. ആ വ്യക്തി, ഈ വ്യക്തിക്ക് 1000-2000 ഒക്കെ വയസ്സുണ്ടാവും. തിരിഞ്ഞിട്ടില്ല. ആ വ്യക്തി ഈ ഭൂമിയിലെ വ്യക്തിയല്ല. ഇവിടെ വന്നു, ഇവർക്ക് കണക്ഷൻ ഉണ്ടാവും. ഇവിടുന്ന് ഇങ്ങനെ ഇവിടുത്തെ സ്പൈ ആയിരിക്കും, ചാരൻ. ഒരു നാട്ടിൽ അവർ 10-20 കൊല്ലം ജീവിക്കും. പിന്നെ ഓനോട് കാണാനില്ലാതെയായി. മൂപ്പര് എല്ലാവരോടും പറഞ്ഞാൽ ഞാൻ പോകുകയാണ്, എനിക്ക് പിന്നെ ഗൾഫിൽ നിന്ന് ഒരു കത്ത് നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ കാനഡയിൽ ജോലിയുണ്ട് പോകും. ഓൻ കാനഡയിലല്ല, ഓൻ വേറെ ബസ്സിൽ പാർക്കും. ഇവർക്ക് എന്നൊരു വയസ്സിരിക്കും. 1000, 2000, 3000 വയസ്സുള്ള മനുഷ്യന്മാർ എവിടെ ഉണ്ട് ഇപ്പോൾ? നിങ്ങൾ ഇന്ന കളിയാക്കണ്ട. ദേശീയത്തിൽ റിപ്പോർട്ടാ എന്ന് US പഠനമാണ്. അത് നിങ്ങളടിയിലുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യന്മാരും ആരല്ല, മനസ്സിലല്ല. ഞാനൊരു ബസ്സിന് അവിടെ പാലയിലാണോ തിരുവല്ലയിലെന്ന് അറിയില്ല, അവിടുന്ന് ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുക. അപ്പോൾ അവിടെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ എന്നോട് വന്ന് പറയാണ്, അയാൾ എനിക്ക് പരിചയമില്ല. അയാൾ എന്നോട് പറയാണ്, എന്ത് നമുക്ക് ചാടിക്കല്ലേ. അപ്പോൾ ഞാൻ ഒന്നും മുണ്ടില്ല, മെല്ലെ മാറിയിട്ട് അവിടെ അങ്ങനെ മാറി ബസ് തന്നെ വേഗം പോയി. പേടിയായി. ഇയാളിപ്പോൾ എന്താണ് മനസ്സിലായില്ല. ചിലപ്പോൾ ഇയാളെ തട്ടിപ്പായിരിക്കാം. എന്ത് എങ്ങനെ തട്ടിപ്പ്? അയാളെ ചായ അങ്ങനെ കണ്ടവരോടൊക്കെ നമുക്ക് ചായ കുടിക്കല്ലേ പറഞ്ഞാൽ ചായ ഓസി കുടിക്കാൻ നടക്കുന്ന ഒരാളാക്കാം. പക്ഷെ എനിക്കൊരു പേടിയായി. എനിക്ക് പറഞ്ഞ മനസ്സിലായി. തിരക്കടില്ല. എന്ത് ഒരേ മനുഷ്യൻ നിങ്ങളെ എടുക്കുകയാണ്, എന്താണ് അങ്ങനെ ഒറ്റക്ക് പറഞ്ഞത്. ഒരു 10-20 മിനിറ്റൊക്കെ വർത്താനം പറഞ്ഞാൽ ബസ്സിന് നേരം വൈകും. ഞാൻ ചായ കുടിക്കട്ടെ, നിങ്ങൾ പോയി ഓക്കെ. ഒരാളങ്ങനെ പറഞ്ഞു, ഇയാൾ അന്യഗ്രഹ ജീവിയാണെന്ന് പറയല്ല കേട്ടോ. പക്ഷെ എനിക്കവിടെ പേടിയായി. ഇതെന്താ അങ്ങനെ? ഞാൻ ബേജാറായി. ഞാൻ അവിടുന്ന് അങ്ങനെ മൂളിയാണ്, ഞാനവിടെ ഒപ്പിച്ച് അങ്ങനെ പോയി. പേടിയായി. എന്തായാലും സംഭവം മനസ്സിലായില്ല. പിന്നെ ഇടക്കിടക്കിൻ്റെ മനസ്സിൽ വരും, എന്തായിരിക്കും അയാൾ ഉദ്ദേശം. ഏതായാലും അടുത്ത കാലത്ത് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്ത് അന്യഗ്രഹ ജീവികൾ നമ്മുടെ ഇടയിൽ മനുഷ്യരായിട്ട് ഉണ്ട്. അവ കണ്ടുവരാൻ വേണ്ടി ഇറങ്ങി വിടണ്ട. എൻ്റെ മകളെ എനിക്ക് നഷ്ടപ്പെടാൻ മകനെ നഷ്ടപ്പെടും. അവളെ നാട്ടിൽ തന്നെ അല്ലാതെയാവും. അവളാണ് കൊണ്ടുപോകും. ബാംഗ്ലൂർക്ക് അവൾ പോയതാണ്, അവൾക്ക് ഇത്തനോട് ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ അവളെ കാണാനില്ലാതെയായി. അങ്ങനെയൊക്കെ വരാം. എന്നിട്ട് ധാരാളം റിപ്പോർട്ടുകളുണ്ട്. ഈ ഫെബ്രുവരി 22 ഏഷ്യാനെറ്റിൻ്റെ മറ്റൊരു റിപ്പോർട്ട്, അതായത് ഫെബ്രുവരി 22, 24 റിപ്പോർട്ടാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട്. ഞാൻ ഏഷ്യാനെറ്റിനെ ഉദ്ധരിക്കുന്നത്, നമുക്ക് ഏറ്റവും വലിയ കിതാബാണല്ലോ ഇപ്പം എന്ത് ഏഷ്യാനെറ്റ്. അതുകൊണ്ടാണ് അന്യഗ്രഹ ജീവികളെ ഉണ്ടോ, US ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തും. UFO ഫയലുകൾ പുറത്തുവിടാൻ ട്രംപിൻ്റെ ഉത്തരവ് 2 മാസത്തിൽ പുറത്തുവിടും. അതായത് അന്യഗ്രഹ ജീവികളുണ്ട്, ആ ഫയലുകളുണ്ട് ആരുടെ കയ്യിൽ? അമേരിക്ക US കയ്യിലുണ്ട്. ആ ഫയലുകൾ പുറത്തുവിടാൻ ട്രംപിൻ്റെ ഉത്തരവുണ്ട്. എന്തുകൊണ്ടാണ്? പുതിയ ഫയൽ വേറെ ഉണ്ടാവും, പഴയ ഫയൽ പുറത്തുവിടുക.